ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പോഷകസമൃദ്ധമായ ചീര കൊണ്ട് സ്വാദിഷ്ടമായ ചീര സാമ്പാറാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഇരുമ്പ്, കാൽസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫൈബർ എന്നിവയാൽ സമ്പന്നമായ ഒരു സൂപ്പർ ഫുഡാണ് ചീര. കാഴ്ചശക്തിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ചീര വളരെ നല്ലതാണ്. ഇത്രയും പോഷകസമൃദ്ധമായ ചീര കൊണ്ട് അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ചീര സാമ്പാർ തയ്യാറാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് 3-4 തവണ നന്നായി കഴുകിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് കുറച്ച് പച്ചച്ചീര ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ നിറയെ എടുത്തു. ഒരു ചെറിയ ബൗൾ നിറയെ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായി പഴുത്ത ഒരു ടൊമാറ്റോ, 2 വലിയ പച്ചമുളക്, 3 കാശ്മീരി വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ചീര സാമ്പാറിൽ വേറെ പച്ചക്കറികളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചീര മാത്രം കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി വെള്ളത്തിൽ കുതിർത്തെടുത്തു. കറി തയ്യാറാക്കാൻ ഞാനൊരു സ്റ്റീമറാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് കുതിർത്തെടുത്ത സാമ്പാർ പരിപ്പിട്ട് കൊടുക്കാം. കട്ട് ചെയ്തെടുത്ത ടൊമാറ്റോയും കട്ട് ചെയ്ത പച്ചമുളകും ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കട്ട് ചെയ്യാതെയാണ് ഇടേണ്ടത്. ഇനി ഇതെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉള്ളി എടുത്ത അതേ ബൗളിൻ്റെ അളവിന് 2 ബൗൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് പരിപ്പും ഉള്ളിയും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ട് ഉടച്ചു കൊടുക്കാം. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്നായി വെന്ത പരിപ്പാണെങ്കിലും പകുതി ഉടച്ചെടുത്താൽ മതിയാവും. പകുതി ഉടച്ചും പകുതി ഉടയ്ക്കാതെയും ഇതുപോലെ എടുക്കുന്നതാണ് ചീര സാമ്പാറിന് നല്ലത്. നന്നായി ഉടഞ്ഞു പോയാൽ അത് പരിപ്പ് കറി പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ പരിപ്പിലേക്ക് 1/2 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു കുറുകിയ രൂപത്തിലുള്ള സാമ്പാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല കുറുകിയ സാമ്പാറിനാണ് ടേസ്റ്റ് കൂടുതൽ. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചീര ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം. ചീരയ്ക്ക് വേവ് കുറവായതിനാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സമയം നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ ചൂടായ എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവയും 1/4 സ്പൂൺ ജീരകവും ഇട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുകും ഉലുവയും ജീരകവും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. അതൊന്ന് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചീര വെന്തിട്ടുണ്ടാവും. മൂടി തുറന്ന് നോക്കാം. ചീര നന്നായി വെന്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കടുക് താളിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ പച്ചക്കറികളൊന്നും ചേർക്കാത്തതുകൊണ്ട് എരിവ് കുറച്ച് മതിയാവും. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് 1 നുള്ളു ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർക്കുന്ന ഭാഗം മിസ്സായിപ്പോയി. പൊടികളൊക്കെ അവസാനമാണ് ചേർത്തത്. അതുകൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ചീര സാമ്പാർ റെഡിയായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ചീര സാമ്പാർ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. ഇനി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ സാമ്പാർ ചോറിനോടും എല്ലാ പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഈ സാമ്പാർ മാത്രം മതി ഊണ് കഴിക്കാൻ. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അത്ര ടേസ്റ്റിയാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.